ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരെ വെറുതെ വിട്ടതിനെതിരെ സിബിഐ സുപ്രീം കോടതിയിൽ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ കസ്റ്റഡി പീഡനം ഉണ്ടായതിനെ തുടർന്നാണ് ഉദയകുമാർ കൊല്ലപ്പെട്ടതെന്ന് സിബിഐ അപ്പീലിൽ പ്രതികളായ പോലീസുകാർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇത് 2005 ഉണ്ടായ സംഭവമാണ്. അതിൽ നമുക്കറിയാം വിചാരണ കോടതി ശിക്ഷ വിധിച്ചതാണ്. 1ഉം 2ഉം പ്രതികൾക്ക് വധശിക്ഷയായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. മറ്റ് പ്രതികൾക്കും ശിക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി CBI പോകുന്നത്. ഇപ്പോൾ എന്താണ് കോടതി നടപടി? അതൊരു സ്വാഭാവിക നടപടിയാണെന്ന് കരുതുന്നു. അമൽ, അനുജ, ഈ 2005 സെപ്റ്റംബർ 27 ഈ ഒരു ഉദയകുമാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. തുടർന്ന് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം വരുമ്പോൾ അവിടെ ഹൈക്കോടതി ഇത്തരത്തിൽ പ്രതികളെ വെറുതെ വിടുന്ന തരത്തിലേക്ക് ഒരു ഉത്തരവാണ് പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. എന്നാൽ അതിനെതിരായ CBIയുടെ അപ്പീലിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും CBI നൽകിയിരിക്കുന്ന അപ്പീൽ, അതായത് ആ അപ്പീലിൽ പറയുന്നത് പോലീസുകാരെ പ്രതികളെ ഈ വെറുതെ വിട്ടത് അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ കസ്റ്റഡി പീഡനം ഉണ്ടായതിനെ തുടർന്നാണ് ഉദയകുമാർ കൊല്ലപ്പെട്ടതെന്ന് CBI അവരുടെ അപ്പീലിൽ പറയുന്നുണ്ട്. പ്രതികൾ പോലീസുകാരായതിനാൽ ശിക്ഷ അനിവാര്യമാണ് എന്നും CBI പറയുന്നുണ്ട്. കാരണം ആകേണ്ടവരുടെ ഭാഗത്ത് നിന്നിട്ടാണ് ഇത്തരമൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ നൽകേണ്ടത് അനിവാര്യമായ ഒന്ന് എന്ന് CBI ഈ കോടതിയെ അറിയിക്കുകയുണ്ട്. എന്നാലും CBIയുടെ അപ്പീലിൽ പ്രതികളായ പോലീസുകാർക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറുപടി സമർപ്പിക്കാനായി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് CBI പോകുമ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു പ്രതികളായ പോലീസുകാർക്ക് എന്നുള്ളതാണ്. പോലീസുകാരെ വെറുതെ വിട്ടതിനെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.